ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഒനിയൻ റിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒനിയൻ റിങ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 വലിയ സവാള ഇതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ സവാള വേണം ഒനിയൻ റിങ്സ് ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. സവാള ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അല്പം വീതിക്ക് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴേക്കും മുറിഞ്ഞു പോകരുത്. മുറിഞ്ഞു പോയാൽ നമുക്ക് റിങ്ങായിട്ട് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റില്ല. 2 സവാളയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് റിങ് ഇളക്കി മാറ്റാം. എന്നിട്ട് മധ്യത്തുള്ള ഭാഗം മാറ്റി വെച്ചാൽ വേറെ കറിക്കൊക്കെ എടുക്കാം. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ ഓനിയൻ റിങ്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്താൽ അവരിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. മുഴുവൻ സവാള ഇതുപോലെ ഇളക്കി മാറ്റാം. രണ്ട് സവാളയും റിങ്ങായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ബ്രെഡ് മുറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം. ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഈ മൈദമാവിൽ നമുക്ക് ഈ സവാള റിങ്ങുകളെല്ലാം ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് പുരട്ടി വയ്ക്കാം. ഒരു റിങ്ങായിട്ട് എടുത്ത് ഇതിലൊന്ന് മാവൊന്ന് പുരട്ടി വയ്ക്കണം. ബാറ്ററിൽ മുക്കുമ്പോഴേക്കും ബാറ്റർ നന്നായിട്ട് ഈ സവാളയിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാവ് പുരട്ടി വയ്ക്കുന്നത്. ഇതുപോലെ മുഴുവൻ സവാളയും മാവ് പുരട്ടി വെച്ചു. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഈ മൈദമാവിലേക്ക് തന്നെ 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കോൺഫ്ലോർ ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയൊന്നും അധികം ചേർക്കണ്ട, ഇതിനധികം എരിവ് വേണ്ട. ജിഞ്ചർ പേസ്റ്റാണ്. ഒരു 3/4 സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണിത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ മാവിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് നമ്മൾ ഈ ഒനിയൻ ഫ്രൈ ചെയ്ത ശേഷം ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 1/4 ഗ്ലാസ് പാല് ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ തയ്യാറാക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കാം.
ഇനി ഇതിലേക്ക് ഓരോ റിങ്ങായിട്ടെടുത്ത് മാവിലൊന്ന് മുക്കി വയ്ക്കാം. ഇതുപോലെ ഫോർക്കോ എടുത്ത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും, കയ്യിലൊന്നും ആവുകയില്ല. ഈ മാവിൽ മുക്കിയ റിങ്ങെല്ലാം തന്നെ ഓരോന്നായിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കി ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിനടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. മാവിൽ മുക്കിയ ഓനിയൻ റിങ്സ് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് ഫുൾ ഫ്ലെയിമിലിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു സൈഡൊന്ന് ഫ്രൈ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്, ഇത് കോരി മാറ്റാം. അതുപോലെ ബാക്കിയുള്ള റിങ്സും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ശേഷം ചൂടോടുകൂടി തന്നെ അതിൻ്റെ മുകളിൽ ഉപ്പ് വിതറി കൊടുക്കണം. അല്പം ഉപ്പൊന്ന് വിതറി കൊടുക്കണം. ഇതുപോലെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.